കെ എസ് ശബരിനാഥിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാവിനെ മത്സര രംഗത്ത് വീണ്ടും ഇറക്കി കോൺഗ്രസ്. വടക്കാഞ്ചേരി മുൻ MLA അനിൽ അക്കരെയാണ് അടാട്ട് പഞ്ചായത്തിൽ മത്സരിക്കുന്നത്. പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയിൽ CPM-ന് വെല്ലുവിളിയായി PK ശശി അനുകൂലികൾ മത്സരത്തിന് ഒരുങ്ങുകയാണ്. അടാട്ട് പഞ്ചായത്തിന്റെ 15-ാം വാർഡിലാണ് മുൻ MLA മത്സരിക്കുക. പഞ്ചായത്ത് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും തിളങ്ങിയ അനിൽ അക്കര മത്സരരംഗത്തെത്തുന്നത് ജില്ലയിലാകെ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. 2000-ൽ 435 വോട്ടിനും 2025-ൽ 200-ലധികം വോട്ടുകൾക്കുമാണ് അനിൽ അക്കര പഞ്ചായത്തിലേക്ക് ജയിച്ചു കയറിയത്. പിന്നീട് 45 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ അനിൽ അക്കര ജയിച്ചു കയറുന്നതും രാഷ്ട്രീയ കേരളം കണ്ടു. എന്റെ ജീവിതം അടാട്ടിന്റെ മണ്ണുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അടാട്ടുകാർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് തിരിച്ചു പിടിക്കാൻ. ഞാൻ അതുകൊണ്ട് തന്നെ അടാട്ടേക്ക് മടങ്ങിപ്പോവുകയാണ്. അടാട്ടിന്റെ വിജയം ലോകത്തിന് സമ്മാനിക്കാനും. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസ് ഉൾപ്പെടെ നിരവധി നിയമവ്യവഹാരങ്ങളിലൂടെ ഇടതുപക്ഷത്തിന്റെ കണ്ണിലെ കരളായി നിൽക്കുകയാണ് അനിലക്കര. അതുകൊണ്ട് തന്നെ അനിലിനെ തോൽപ്പിക്കാൻ CPM കച്ചകെട്ടി ഇറങ്ങുമെന്ന് ഉറപ്പാണ്. ഇതിനിടെ പാലക്കാട്ടും തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. മണ്ണാർക്കാട് നഗരസഭയിൽ PK ശശി അനുകൂല വിഭാഗത്തിന്റെ ജനകീയ മതേതര മുന്നണി ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. മുൻ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ലോക്കൽ കമ്മിറ്റി അംഗം വരെ മത്സരരംഗത്തുണ്ട്. PK ശശിയെ കഴിഞ്ഞ കുറെ കാലങ്ങളായി സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ പാലക്കാട് ജില്ലക്കകത്തുണ്ട്. ആ ആളുകളുടെ ഉൾപ്പെടെയുള്ള ഒരു ഒരു ദേഷ്യവും സങ്കടവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. പാലക്കാട് ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 തൃശൂർ.